ഒരാഴ്ചക്കുള്ളിൽ യുടെ നാലാമത്തെ ടാങ്കറാണ് ഇറാൻ തകർക്കുന്നത്. യിൽ നിന്നും എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകളെയാണ് ഇറാൻ ആക്രമിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇറാനിൽ നിന്ന് ഇപ്പോൾ നിലവിൽ എണ്ണ കയറ്റുമതി നടക്കുന്നില്ല. അമേരിക്ക ഇറാനെതിരെ ഉപരോധം പ്രഖ്യാപിച്ചതുകൊണ്ട്, കടലിൽ പൂർണ്ണമായ ഉപരോധം ഏർപ്പെടുത്തിയതുകൊണ്ട് ഇറാൻ എണ്ണ കയറ്റുമതി ചെയ്യുന്നില്ല. പക്ഷേ ഇറാന്റെ കാഴ്ചപ്പാട്, ഇറാന് എണ്ണ കയറ്റുമതി ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ പ്രദേശത്ത് നിന്ന്, പ്രവിശ്യയിൽ നിന്ന് ആരും കയറ്റുമതി ചെയ്യാൻ പാടില്ല എന്നാണ്. ഇങ്ങനെ ഒരു നീക്കം ഇറാൻ നടത്തുമ്പോൾ തീർച്ചയായും ആഗോളതലത്തിൽ വലിയ എണ്ണ പ്രതിസന്ധി ഉണ്ടാകും. അതിലൂടെ അമേരിക്ക ഇറാനെതിരെയുള്ള ഉപരോധം സ്വയം നീക്കേണ്ടി വരുമെന്നാണ് ഇറാൻ ഇതിലൂടെ കാണുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട അബുദാബിയുടെ നാഷണൽ ഓയിൽ കമ്പനിയുടെ ടാങ്കറാണ് ഇറാൻ ഇന്ന് ഹോർമുസ് കടലിടുക്കിൽ തകർത്തിരിക്കുന്നത്. അതേസമയം ഈ ആഴ്ചയിൽ തന്നെ മറ്റു 3 കപ്പലുകളും ഇറാൻ തകർത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അമേരിക്കയെ സമ്മർദ്ദത്തിലാക്കുക, ഊർജ പ്രതിസന്ധി കൂടുതലാക്കുക, അതിന്റെ ഭാഗമാണ് യമനിലെ ഹൂത്തികൾ സൗദി അറേബ്യയുടെ എണ്ണ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. കാരണം സൗദി അറേബ്യയിൽ നിന്ന് എണ്ണ കയറ്റുമതി ചെയ്യുന്നില്ല. അതുപോലെ ഹോർമുസ് കടലെടുക്ക് വഴിയും എണ്ണ കയറ്റുമതി ചെയ്യാതിരിക്കുമ്പോൾ ആഗോളതലത്തിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി രൂപപ്പെടും എന്ന് ഇറാൻ അറിയാം. ആ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ അമേരിക്ക നിർബന്ധിതരായി വരും. അപ്പോൾ ഏത് വില കൊടുത്തും ഇറാനെതിരെയുള്ള ഈ ഒരു ഉപരോധം നിർത്തിക്കളയാൻ, അത് നീക്കിക്കളയാൻ അമേരിക്ക നിർബന്ധിതരാകുന്ന, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർബന്ധിതനാകും. അത്തരത്തിലുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഇറാൻ ഇതിലൂടെ നടത്തുന്നത്. എന്തായിരുന്നാലും നിരവധി കപ്പലുകളാണ് ഈ ഒരു യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഹോർമുസ് കടലിടുക്കിൽ, അതുപോലെ തന്നെ അറബിക്കടലിൽ എല്ലാം ഉണ്ടായിരിക്കുന്നത്. ധാരാളം കപ്പലുകൾ ആക്രമിക്കപ്പെട്ടു, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ലോകത്ത് തന്നെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്ന യുദ്ധമാണ് അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ തുടങ്ങി വെച്ചിട്ടുള്ളത്.